ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പം 2 ദിവസമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, തീരെ സൗണ്ട് ഉണ്ടായിരുന്നില്ല. സൗണ്ട് എനിക്ക് കഫക്കെട്ടോ ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സൗണ്ടാണ് പോവുക, അതുകൊണ്ട് തീരെ സൗണ്ട് ഉണ്ടായിരുന്നില്ല. അതാണ് കേട്ടോ വീഡിയോ ചെയ്യാതിരുന്നത്. 1-2 ആൾക്കാർ കമൻ്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പറ്റാത്തത് കൊണ്ടാണ്. ഞാൻ മാക്സിമം രാത്രിയൊക്കെ എങ്ങനെയെങ്കിലും പറഞ്ഞു തീർക്കുന്നതാണ് 12 മണിക്കൊക്കെ. ഇപ്പം തന്നെ ഞാൻ 12 മണിയാവാൻ നേരത്താണ് വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ബാക്കി നമ്മുടെ സ്റ്റോറിയിലോട്ടേക്ക് പോവാം കേട്ടോ. അപ്പം ചന്ദ്രികയെ പിടിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ വന്നിരിക്കുകയാണ്. അപ്പോൾ മഹേഷിനെ കൊന്നത് ചന്ദ്രികയാണെന്ന് എല്ലാവരോടുമായിട്ട് കമ്മീഷണർ പറയുന്ന സമയത്ത് എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുകയാണ്. എല്ലാ തെളിവുകളും ചന്ദ്രികയ്ക്കെതിരാണെന്നാണ് കമ്മീഷണർ പറയുന്നത്. അപ്പോൾ എല്ലാവരും ലക്ഷ്മിയും ജാനകിയൊക്കെ തല്ലി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി പറയുന്നുണ്ട്, ആ മഹാഭാബി പോകുന്നതിന് മുമ്പ് എൻ്റെ മോളെ കൊലയാളിയാക്കിയിട്ടാണല്ലോ പോയത് എന്ന് പറഞ്ഞിട്ടാണ് അവർ കരയുന്നത്. ജാനകിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ചന്ദ്രിക, നീയും സിദ്ധുവും എങ്ങനെയൊക്കെ ജീവിക്കണമെന്നാണ് ഞങ്ങൾ കരുതിയത് എന്നറിയാമോ? എന്നിട്ട് ഞങ്ങളുടെ എല്ലാ സ്വപ്നത്തിലും മണ്ണ് വാരിയിട്ടിട്ട് പോയി കളഞ്ഞു ആ മഹാഭാബി. ആ സമയത്ത് കമ്മീഷണർ കീഴുദ്യോഗസ്ഥനോട് പറയാണ്, അറസ്റ്റ് വാറൻറ്റ് തരൂ. എന്നിട്ട് അത് മഹേന്ദ്രനെ ഏൽപ്പിക്കുന്ന സമയത്ത് അയാൾ അത് തുറന്ന് വായിക്കുന്നുണ്ട്. എന്നിട്ട് കമ്മീഷണർ പറയുന്നുണ്ട്, ചന്ദ്രികയെ ഞങ്ങളെ കൂടെ അയക്കണം, ഞങ്ങൾക്ക് അവളെ കസ്റ്റഡിയിൽ എടുത്തേ പറ്റൂ, ദയവ് ചെയ്ത് ഞങ്ങളുടെ കൂടെ നിങ്ങൾ കോർപ്പറേറ്റ് ചെയ്യണം. ഇല്ല ഇല്ല, ചന്ദ്രികയെ വിടാൻ പറ്റില്ല. ജാനകിയൊക്കെ കരഞ്ഞുകൊണ്ട് പറയാണ്. ലക്ഷ്മി പറയുന്നുണ്ട്, ഏട്ടാ പറഞ്ഞു കൊടുക്ക്, എൻ്റെ മോളല്ല ചെയ്തത്, പറഞ്ഞു കൊടുക്ക്. അപ്പോൾ മഹേന്ദ്രനാണെങ്കിൽ അത് വായിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിർവികാരനായിട്ട് നിൽക്കുകയാണ്. സിദ്ധുവാണ് ശരിക്കും തരിച്ചു പോയിട്ടുള്ളത്. അവനൊന്നിനോടും പെരുമാറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മലരനാണെങ്കിൽ അപ്പോഴും കാര്യത്തിൻ്റെ തീവ്രത മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അവളും തരിച്ചു നിൽക്കുകയാണ്. ചന്ദ്രയ്ക്കാണെങ്കിൽ മനസ്സിലായി അവളുടെ ഈ വീട്ടിലുള്ള അവസാനത്തെ ദിവസമാണ് ഇന്നെന്നുള്ളത്. അപ്പോൾ ഏട്ടനോട് ജാനകി കരഞ്ഞുകൊണ്ട് പറയാണ്, ഏട്ടാ പറയേട്ടാ, വേണ്ടാന്ന് പറയേട്ടാ. ജാനകിക്കും ലക്ഷ്മിക്കും മറുപടി കൊടുക്കാതെ അയാൾ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഈ ഒരു അവസ്ഥ കാണാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടായത് എന്ന് പറഞ്ഞ് അയാൾ സ്വയം കരയുവാണ്. അപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി ഇനി ചന്ദ്രയ്ക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കില്ല എന്ന്. സിദ്ധാർത്ഥ് ഉൾപ്പെടെ എല്ലാവരും കണ്ണു തുടച്ചുകൊണ്ട് നിന്നപ്പോൾ കമ്മീഷണർ പറയുന്നുണ്ട്, സിദ്ധാർത്ഥ്, കുടുംബത്തിനെ ധൈര്യത്തോടെ ആശ്വസിപ്പിക്കേണ്ട, നീ തന്നെ ഇങ്ങനെ ആയാൽ എങ്ങനെയാ? നീ എല്ലാവരെയും ആശ്വസിപ്പിക്കുക. എല്ലാവരും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്, ചന്ദ്രിക ഉൾപ്പെടെ. അപ്പോൾ കമ്മീഷണർ പറയുന്നുണ്ട്, ചന്ദ്രിക, ഞങ്ങൾക്ക് നിങ്ങളെ കസ്റ്റഡിയിൽ എടുത്തേ മതിയാവൂ, ദയവ് ചെയ്ത് ഞങ്ങളോട് കോർപ്പറേറ്റ് ചെയ്യണം. ഒന്നുകൂടി അത് കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ചന്ദ്രികയെ അവർ കൂട്ടിക്കൊണ്ട് പോവാണെന്ന് മനസ്സിലായി. അപ്പോഴേക്കും 2 സ്ത്രീകളായിട്ടുള്ള കോൺസ്റ്റബിൾമാർ വന്നിട്ട് ചന്ദ്രികയുടെ കയ്യിൽ പിടിത്തിടുവാണ്. സിദ്ധു ഉൾപ്പെടെ എല്ലാവരും സാർ വേണ്ട വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവർ ചന്ദ്രികയെ പിടിച്ച് വലിച്ച് കൊണ്ടുപോവാണ്. മലരാണെങ്കിൽ പിന്നാലെ പോയിട്ട് ചന്ദ്രികയുടെ കയ്യിൽ കയറി പിടിച്ച് പറയുന്നുണ്ട്, അമ്മ പോവല്ലമ്മ, അമ്മ പോവല്ലമ്മ, എന്നെ വിട്ടിട്ട് പോവല്ലമ്മ. അതിനുശേഷം കമ്മീഷണറോട് കരഞ്ഞുകൊണ്ട് യാചിക്കുകയാണ്, എൻ്റെ അമ്മയെ കൊണ്ടുപോവല്ലേ സാർ, എൻ്റെ അമ്മ പാവാണ് സാർ, എൻ്റെ അമ്മ ഒന്നും ചെയ്തിട്ടില്ല സാർ എന്നൊക്കെ ഇങ്ങനെ അയാളോട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. എൻ്റെ അമ്മയെ എനിക്ക് തിരിച്ചതാ എന്നൊക്കെ, എൻ്റെ അമ്മയെ വിട്ടേക്ക് സാർ. അത് കേട്ടിട്ട് ജാനകിയും പറയുന്നുണ്ട്, ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കാണുക സാർ. അപ്പോൾ ചന്ദ്രിക ആർക്കും ഡിസ്റ്റർബ് തോന്നരുത് കേട്ടോ, സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചുമ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക അവിടെ നിലത്തിരുന്നിട്ട് പറയുന്നുണ്ട്, മലർ, ഇനി മോള് കരയാൻ പാടില്ല, ഇനി വേണം മോള് ധൈര്യത്തോടെ നിൽക്കാൻ. ഇനി അങ്ങോട്ട് നിനക്ക് മഹേഷ് കാരണം ഒരു പ്രശ്നവും വരില്ലടാ. ഇനി നിനക്ക് ധൈര്യത്തോടെ സ്കൂളിൽ പോയി പഠിക്കാം. അച്ഛനും മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ മോളെ നന്നായിട്ട് നോക്കും. മോൾക്കിനി ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല. നിന്നെ എല്ലാവരും നന്നായിട്ട് നോക്കുവടാ. നീ എന്ത് ചോദിച്ചാലും എല്ലാവരും നിനക്ക് വാങ്ങിത്തരും. അത് പറഞ്ഞു തീർന്നത് മലരി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അമ്മ എനിക്കൊന്നും വേണ്ട, എനിക്ക് എൻ്റെ അമ്മയാണ് വേണ്ടത്. ഞാൻ അമ്മയുടെ കൂടെ ഉണ്ടാവുള്ളൂ, എന്നെ കൂട്ടിയിട്ട് പോവാമ്മ. കരഞ്ഞുകൊണ്ട് യാചിക്കുകയാണ്. മലറിനെ കരച്ചിൽ കണ്ടപ്പോൾ എല്ലാവർക്കും വിഷമാവുന്നുണ്ടായിരുന്നു. എന്നെ അമ്മയുടെ കൂടെ കൊണ്ടുപോവാമ്മ, എന്നെ കൊണ്ടുപോ. അപ്പോൾ ലക്ഷ്മി കരഞ്ഞുകൊണ്ട് ദൈവത്തോട് ദേഷ്യത്തോടെ പറയുകയാണ്, ചെറിയൊരു കുഞ്ഞിനെ ഇങ്ങനെ കരയിപ്പിക്കുന്നത് ദൈവത്തിന് തന്നെ ന്യായമായിട്ട് തോന്നുന്നുണ്ടോ? മലറിൻ്റെയും ചന്ദ്രികയുടെയും അവസ്ഥ കണ്ടിട്ട് എല്ലാവർക്കും സങ്കടമാവുകയാണ്. കാരണം അങ്ങനെ ഒരു അവസ്ഥ അവരാരും പ്രതീക്ഷിച്ചതായിരുന്നില്ല. എന്നെയും കൂട്ടിയിട്ട് പോവാമ്മ, എന്നെയും കൂട്ടിയിട്ട് പോവാമ്മ, അമ്മയില്ലാതെ എനിക്കിവിടെ നിൽക്കാൻ സാധിക്കില്ലമ്മ, അമ്മയില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ലമ്മ എന്ന് പറഞ്ഞിട്ട് മലര് കെട്ടിപ്പിടിച്ച് കരയാണ്. ചന്ദ്രികയും മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മോൾ എൻ്റെ കൂടെ വരരുത്, മോൾ ഇവിടെ വേണം നിൽക്കാൻ, മോൾക്ക് എല്ലാവരും വേണം. അമ്മയെക്കുറിച്ച് ആലോചിച്ച് മോൾ വിഷമിക്കരുത്. അമ്മ ജയിലിലാണ് ജീവിക്കേണ്ടത് എന്നായിരിക്കും ദൈവം എഴുതി വെച്ചിട്ടുണ്ടാവുക. അത് ആരെക്കൊണ്ടും മാറ്റാൻ സാധിക്കില്ല. എൻ്റെ മോൾ വിഷമിക്കരുത്. മോൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, നന്നായിട്ട് പഠിക്കണം. അപ്പോഴാണ് അമ്മയ്ക്ക് സന്തോഷമാവുക.
ചന്ദ്രിക മലറിൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ചിട്ട് സിദ്ധാർത്ഥിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് പറയുകയാണ്, സിദ്ധു സർ, മലരിനെ ശ്രദ്ധിക്കണേ സർ, അവളെ നന്നായിട്ട് നോക്കണം, ഇനി സാറ് വേണം അവൾക്ക് അമ്മയും അച്ഛനുമാവാൻ. മലരിൻ്റെ കൈകളെടുത്തിട്ട് സിദ്ധാർത്ഥിൻ്റെ കൈകളോട് ചേർത്ത് വെക്കുവാണ്. അപ്പോൾ നെഞ്ചു പൊട്ടിക്കൊണ്ട് സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, നിന്നെ പിരിഞ്ഞിട്ട് എങ്ങനെയാണ് ജീവിക്കാന്ന് എനിക്ക് അറിയില്ല ചന്ദ്രിക, മലരിനെ എങ്ങനെ ഞാൻ വളർത്തേണ്ടതെന്ന് എനിക്ക് അറിയില്ല ചന്ദ്രിക. സിദ്ധാർത്ഥിന് അവൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ചന്ദ്രികയും കരഞ്ഞുകൊണ്ട് പറയാണ്, സർ, നിങ്ങൾ തന്നെ ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെയാ സർ, നിങ്ങൾ വേണ്ടേ മലറിനും ബാക്കിയുള്ളവർക്കും ധൈര്യം പകരാൻ, ദയവ് ചെയ്ത് കരയല്ലേ, മലരിനെ നന്നായിട്ട് വളർത്തണം എന്ന് പറഞ്ഞിട്ട് അവനെ ഏൽപ്പിച്ചതിന് ശേഷം ചന്ദ്രിക നേരെ നോക്കുന്നത് മഹേന്ദ്രയാണ്. മഹേന്ദ്രൻ കണ്ണു തുടച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ നേരെ മഹേന്ദ്രൻ്റെ അടുത്തേക്ക് പോയിട്ട് പറയാണ്, അച്ഛാ, സംഭവിച്ചത് സംഭവിച്ചു, ഇനി ഒന്നും മാറാൻ പോകുന്നില്ല, കോടതി എനിക്ക് ശിക്ഷ വിധിച്ചാലും അത് ഞാൻ സ്വീകരിക്കാൻ പോവുകയാണ്, ഇനി ഈ വീട്ടിലേക്ക് എനിക്കൊരു തിരിച്ചുവരവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചന്ദ്രിക കരഞ്ഞുകൊണ്ട് പറഞ്ഞത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ജാനകി പറയുന്നുണ്ട്, ചന്ദ്രിക അങ്ങനെ പറയല്ലേ. പിന്നീട് അവൾ സങ്കടത്തോടെ പറയുന്നുണ്ട്, കുട്ടിക്കാലത്ത് നിങ്ങളുടെ മകളായിട്ട് നിങ്ങളുടെ ലാളനയും നിങ്ങളുടെ സ്നേഹവും അനുഭവിച്ച് വളരാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. പക്ഷേ എൻ്റെ മലറിന് ആ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും മലറിനെ നന്നായിട്ട് വളർത്തണം, അവളെ നന്നായിട്ട് പഠിപ്പിക്കണം. അത് കേട്ട് കരഞ്ഞുകൊണ്ട് ലക്ഷ്മി പറയുന്നുണ്ട്, ചന്ദ്രിക, നീ ഇല്ലാതെ ഞങ്ങളൊക്കെ എങ്ങനെയാണ് ചന്ദ്രിക ഈ വീട്ടിൽ താമസിക്കുക? അപ്പോൾ അവൾ അമ്മയുടെ അടുത്തേക്ക് വരികയാണ്. അമ്മ, ഇതിനു വേണ്ടിയാണോ ഞങ്ങളൊക്കെ ഇത്രയും അധികം കഷ്ടപ്പെട്ടത്? ഇതിനു വേണ്ടിയായിരുന്നെങ്കിൽ ഞങ്ങളെ നീ ജീവനോടെ വിടണ്ടായിരുന്നു. അവർ ദൈവത്തോട് ദേഷ്യത്തോടെ പറയാണ്, ഈ ഒരു ചെറിയ കാലം നിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയാണോ ഞങ്ങളെ ദൈവം കൊതിപ്പിച്ചത്? അവർ കരഞ്ഞുകൊണ്ട് യാചിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, എനിക്ക് അത്രയുള്ള ഭാഗ്യമേ ഉള്ളൂ അമ്മ, നിങ്ങളുടെ മകളായിട്ട് ആഗ്രഹം തീരെ ജീവിക്കാനുള്ള ഭാഗ്യം എനിക്കില്ല. അപ്പോൾ ലക്ഷ്മി കരഞ്ഞുകൊണ്ട് പറയാണ്, നീ ഇല്ലാതെ ഈ വീട്ടിൽ എങ്ങനെയാ ചന്ദ്രിക ഞങ്ങളൊക്കെ നിൽക്കുക? എനിക്ക് വയ്യ, നീ ഇല്ലാതെ ഇവിടെ നിൽക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. ലക്ഷ്മി കരഞ്ഞുകൊണ്ട് പറയാണ്. അപ്പോൾ ചന്ദ്രിക ആശ്വസിപ്പിക്കുന്നുണ്ട്, കരയല്ലേ അമ്മ, നിങ്ങളെല്ലാവരെയും വിശ്വസിച്ചിട്ടാണ് ഞാൻ മലറിനെ ഇവിടെ ആക്കിയിട്ട് പോകുന്നേ. നിങ്ങൾ കരഞ്ഞാൽ അത് അവളെ കൊണ്ട് സഹിക്കാൻ സാധിക്കില്ല, അവൾക്ക് അത് വേഗം മനസ്സിലാവും. ദയവ് ചെയ്ത് അവളുടെ മുന്നിലെങ്കിലും കരയല്ലേ അമ്മ. ചന്ദ്രികയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ് ലക്ഷ്മി. പിന്നീട് ചന്ദ്രിക നേരെ പോകുന്നത് ജാനകിയുടെ അടുത്തേക്കാണ്. ജാനകിയോട് അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അമ്മായിയുടെ മരുമകളായിട്ട് ജീവിക്കാനുള്ള ഭാഗ്യം എനിക്കില്ല അമ്മായി. അത് കേട്ട് ജാനകിയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിക്കുകയാണ്. അവരവളെ പോവാൻ അനുവദിക്കാതെ കൈകൾ മുറുക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ചന്ദ്രിക പറയുന്നുണ്ട്, അമ്മായി, സിദ്ധു സാറിനെയും മലറിനെയും നന്നായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളെ എല്ലാവരെയും വിശ്വസിച്ചിട്ടാണ് ഞാൻ എൻ്റെ മകളെ ഇവിടെ ആക്കിയിട്ട് പോകുന്നത്. മലറിന് ഒരു കുറവുമില്ലാതെ എല്ലാവരും അവളെ വളർത്തണം. ചന്ദ്രിക, പോവല്ലേ മോളെ, പോവല്ലേ എന്നൊക്കെ ജാനകി കരയുന്നുണ്ട്. പക്ഷേ ജാനകിയുടെ കൈകൾ മാറ്റിയിട്ട് ചന്ദ്രിക നേരെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പറയാണ്, അച്ഛാ, ഞാൻ പോവുകയാണ്. അപ്പോൾ അതിനുശേഷം അമ്മയോടും പറയുന്നുണ്ട്, അമ്മ ഞാൻ പോട്ടെ. അപ്പോൾ ലക്ഷ്മി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാണ്, ഇല്ല, എൻ്റെ മോളെ ഞാൻ വിടില്ല. പിന്നീട് മലറിനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. എന്നിട്ട് അവനോട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, സിദ്ധു സാർ, ഇനി മലറിനെല്ലാം നിങ്ങളാണ്. സിദ്ധാർത്ഥിന് കരഞ്ഞുകൊണ്ട് എന്താ മറുപടി പറയേണ്ടതെന്ന് പോലും അറിയില്ലായിരുന്നു. ചന്ദ്രികയെ പിന്നീട് എല്ലാവരും വിളിക്കുന്നുണ്ടെങ്കിലും പോലീസുകാർക്കൊപ്പം ചന്ദ്രിക മുന്നോട്ടേക്ക് പോവുകയാണ്. മലരി കരഞ്ഞുകൊണ്ട് ബാക്കിൽ നിന്നും പറയുന്നുണ്ട്, അമ്മ പോവല്ലേ അമ്മ, അമ്മ പോവല്ലേ അമ്മ. പക്ഷേ സിദ്ധു അവളെ മുറുക്കെ പിടിച്ചിരിക്കുകയാണ്. ചന്ദ്രികയും കൊണ്ട് പോലീസുകാർ പുറത്ത് കാറിനടുത്ത് എത്തിയപ്പോഴേക്കും എല്ലാവരും പുറത്തെത്തിയിട്ടുണ്ടായിരുന്നു. മലരാണെങ്കിൽ ഓടിപ്പോയി ചന്ദ്രികയുടെ കൈകൾ പിടിച്ചുകൊണ്ട് പറയണം, അമ്മ പോവല്ല അമ്മ, അമ്മ പോവല്ല അമ്മ, ഞാനും വരാം അമ്മ. അത് കേട്ട് അവൾ സങ്കടത്തോടു കൂടി എല്ലാവരെയും നോക്കുവാണ്. മലരിനോട് എന്താ പറയേണ്ടതെന്ന് അറിയാതെ എല്ലാവരും അവളെ നോക്കിക്കൊണ്ട് കരയുകയാണ്. അപ്പോൾ മലരാണെങ്കിൽ ചന്ദ്രികയുടെ കൈകൾ വിടുന്നേയില്ല. അവളെ മുറുക്കെ പിടിച്ചുകൊണ്ട് ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അമ്മ പോവല്ല അമ്മ, എന്നെ വിട്ട് പോവല്ല അമ്മ. അപ്പോൾ ഒരു കോൺസ്റ്റബിൾ ആയിട്ടുള്ള ലേഡി മലറിനെ കൈ മാറ്റിക്കൊണ്ട് പറയുന്നുണ്ട്, കൈ മാറ്റി മോളെ, അമ്മയെ കൊണ്ടുപോകണം. ചന്ദ്രികയാണെങ്കിൽ വീണ്ടും വാത്സല്യത്തോടെ മലറിനെ ആശ്വസിപ്പിക്കുകയാണ്, മോള് കരയല്ലേടാ, അമ്മ ഒരു ദിവസം തിരിച്ചു വരും, എല്ലാവരും മലറിനെ ശ്രദ്ധിക്കണേ എന്നൊക്കെ എല്ലാവരുടെയും മുഖത്ത് നോക്കി സങ്കടത്തോടെ പറയാണ് അവള്. ചന്ദ്രികയെ അവർ ജീപ്പിൽ കയറ്റിയ സമയത്ത് എല്ലാവരും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. മലരാണെങ്കിൽ വാശി പിടിക്കുന്നുണ്ട്, അമ്മ പോവല്ല അമ്മ, എന്നെയും കൂട്ടിയിട്ട് പോവാമ്മ, എന്നെയും കൂട്ടിയിട്ട് പോവാമ്മ. പക്ഷെ സിദ്ധു അവളെ മുറുക്കെ പിടിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ചന്ദ്രികയുടെ കാറ് മുന്നോട്ടേക്ക് പോയ സമയത്ത് അവളാണെങ്കിൽ പിന്നാലെ തന്നെ പോകുന്നുണ്ട്, വണ്ടിക്ക് പിന്നാലെ ഓടിക്കൊണ്ട് പോവാണ്. അമ്മ എന്നെയും കൊണ്ടുപോകാം, എന്നെയും കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ട്. മലര് പിന്നീന്ന് അങ്ങനെ വരുന്നത് കണ്ടപ്പോൾ ചന്ദ്രിക്ക് സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് സിദ്ധാർത്ഥ് അവൾക്ക് പിന്നാലെ പോയിട്ട് അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. മലരപ്പോഴേക്കും നിലത്തവിടെ വീണിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും ചേർന്നിട്ട് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമെങ്കിലും സിദ്ധാർത്ഥിനോട് കരഞ്ഞുകൊണ്ട് അവൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അച്ഛാ വാ അച്ഛാ, നമുക്ക് സ്റ്റേഷനിലേക്ക് പോവച്ച, അച്ഛാ വാ അച്ഛാ, നമുക്ക് അമ്മയെ കാണാൻ പോവച്ച. പക്ഷെ അവളോട് എന്താ മറുപടി പറയേണ്ടതെന്ന് അറിയാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് സിദ്ധാർത്ഥും. രാത്രി മേഘ വീട്ടിൽ പച്ചക്കറി അരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് കതകിന് തട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ അവൾ സ്വയം ചിന്തിക്കുന്നുണ്ട്, ഇതാരായിരിക്കും ഈ സമയത്ത്, ഇനിയൊരു പക്ഷേ മനോഹര മാമനായിരിക്കുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് അവൾ കതക് തുറക്കുന്നത്. പക്ഷേ കതക് തുറന്നപ്പോൾ പുറത്ത് കാണുന്നത് പോലീസുകാരെയാണ്.
ശരിക്കും മേഘ ഒന്ന് പകച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഒന്നും അറിയാത്തതുപോലെ എന്നിട്ടും പുറത്ത് വന്നിട്ട് അയാളോട് ചോദിക്കുകയാണ്, എന്ത് കാര്യത്തിനാണ് വന്നത്? അപ്പോൾ അയാൾ തിരിച്ചു പറയുന്നുണ്ട്, മഹേഷിനെ കൊന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ഇവിടെ വന്ന് താമസിക്കുകയാണല്ലേ? ആരും അറിയാതെ ഇവിടെ ഒളിച്ചു താമസിച്ചാ നീ രക്ഷപ്പെട്ടു എന്നാണോ കരുതിയത്? മര്യാദയ്ക്ക് സ്റ്റേഷനിലേക്ക് വാ. അപ്പോൾ അവൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ദൈവമേ, ഞാൻ മഹേഷിനെ കൊന്നത് ഇവർക്ക് എങ്ങനെയാണ് മനസ്സിലായത്? ചന്ദ്രികയെ കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ എൻ്റെ തലയിൽ തന്നെ വന്ന് വീണോ? മേഘ വല്ലാതെ പരിഭ്രാന്തിയോടുകൂടിയാണ് നിൽക്കുന്നത്. എന്താ നീ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? മര്യാദയ്ക്ക് സ്റ്റേഷനിലേക്ക് വാ. എന്നിട്ടും മേഘ അവരോട് പറയുന്നുണ്ട്, അയ്യോ സാർ, ഞാൻ മഹേഷിനെ കൊന്നിട്ടില്ല സാർ. അതൊക്കെ ഞങ്ങൾക്കറിയാം, മര്യാദയ്ക്ക് നീ സ്റ്റേഷനിലേക്ക് വാ. സത്യമായിട്ടും സാർ, ഞാനല്ല മഹേഷിനെ കൊന്നത്. ചന്ദ്രികയാണ് അവനെ കൊന്നിട്ടുണ്ടാവുക. മഹേഷിൻ്റെ എക്സ് വൈഫ് ചന്ദ്രികയാണ്. ചന്ദ്രിക സിദ്ധാർത്ഥിനെ കല്യാണം കഴിച്ചത് മുതൽ അവർ തമ്മിൽ എപ്പോഴും പ്രശ്നത്തിലാണ്. മഹേഷ് എപ്പോഴും അവിടെ ശല്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് ചന്ദ്രിക ആയിരിക്കും മഹേഷിനെ കൊന്നിട്ടുണ്ടാവുക. നിങ്ങൾ പോയി ചന്ദ്രികയെ ചോദ്യം ചെയ്ത് നോക്കൂ സാർ. ആരെ ചോദ്യം ചെയ്യണമെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. നീയാണ് മഹേഷിനെ കൊന്നത് എന്നുള്ള തെളിവ് ഞങ്ങൾക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് കേട്ടതും മേഘ ഞെട്ടിപ്പോയി. താൻ അവനെ കൊന്നതിൻ്റെ എന്ത് തെളിവാണ് ഇവർക്ക് കിട്ടിയിട്ടുണ്ടാവുക എന്ന് വിചാരിച്ചിട്ട്. മര്യാദയ്ക്ക് സ്റ്റേഷനിലേക്ക് നടക്ക്. സാർ സാർ സാർ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാർ. ഞാനല്ല സാർ മഹേഷിനെ കൊന്നത്. ഞാനല്ല സാർ കൊന്നത്. മര്യാദയ്ക്ക് സ്റ്റേഷനിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് കോൺസ്റ്റബിൾമാരോട് മേഘയെ പിടിക്കാൻ പറയണം. അപ്പോൾ 2 ലേഡി കോൺസ്റ്റബിൾമാർ ചേർന്നിട്ട് മേഘയെ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ മേഘ അവരുടെ കൈ വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാനല്ല കൊന്നത്, ഞാൻ വരില്ല, ഞാനല്ല കൊന്നത്. നിങ്ങളോടല്ലേ പറഞ്ഞത് ഞാനല്ല കൊന്നത്, എന്നെ വിട് വിടാൻ എന്നും പറഞ്ഞുകൊണ്ട് മേഘ ഞെട്ടി എഴുന്നേക്കുകയാണ്. കാരണം അവൾ കണ്ടത് അത്രയും നേരം ഒരു സ്വപ്നമായിരുന്നു. അവൾ വല്ലാതെ ഭയന്ന് പോയിക്കൊണ്ടാണ് എണീറ്റിട്ടുള്ളത്. മേഘ വല്ലാതെ വിരണ്ടു പോയിട്ടുണ്ടായിരുന്നു. വിയർത്ത് കുളിച്ചുകൊണ്ടാണ് അവൾ നിൽക്കുന്നത്. ചുറ്റിലും നോക്കിക്കൊണ്ട് അവൾ സ്വയം പറയാണ്, ഓ സ്വപ്നമായിരുന്നോ, ഞാൻ വല്ലാതെ പേടിച്ചു പോയല്ലോ. ഇനിയൊരു പക്ഷേ ഞാൻ സ്വപ്നം കണ്ടതുപോലെ പോലീസുകാർ വന്ന് എന്നെ പിടിക്കുമോ? പിന്നെ അവൾ തന്നെ അവളെ ആശ്വസിപ്പിക്കുകയാണ്, ഏയ് അങ്ങനെയൊന്നും നടക്കില്ല. ഞാൻ മഹേഷിനെ കൊന്നതിനുള്ള ഒരു തെളിവുമില്ല. ചന്ദ്രികയാണ് മഹേഷിനെ കൊന്നത്. ചന്ദ്രിക തന്നെയാണ് മഹേഷിനെ കൊന്നത്, ഞാനല്ല, അവൾ സ്വയം പറയാണ്. അപ്പോഴാണ് കതക് തട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. അപ്പം മേഘ വല്ലാതെ പേടിച്ചുപോയി. അയ്യോ, ആരായിരിക്കും ഈ സമയത്ത് കതക് തട്ടുന്നത്? ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇനി പോലീസായിരിക്കുമോ എന്നൊക്കെ മേഘ പേടി തോന്നുന്നുണ്ടായിരുന്നു. ഇനിയൊരു പക്ഷേ പോലീസാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ പേടിച്ചുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. കതകിനാണെങ്കിൽ തട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവസാനം ഭയന്ന് മേഘ എഴുന്നേറ്റ് വന്ന് കതക് തുറക്കുകയാണ്. പക്ഷേ കതക് തുറന്നപ്പോൾ മുന്നിൽ മനോഹരനായിരുന്നു. മനോഹരൻ്റെ അടുത്തേക്ക് വന്നപ്പോഴും മേഘ വിയർത്ത് കുളിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത്. മേഘയുടെ ആ ഒരു നിൽപ്പും ഭാവവും കണ്ടപ്പോൾ തന്നെ മനോഹരൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, മേഘ, നീ പോലീസാണെന്ന് കരുതിയോ? ഓ മാമനായിരുന്നോ എന്ന് തിരിച്ച് മേഘ ചോദിച്ചപ്പോഴേക്കും മനോഹരൻ്റെ തിരിച്ചുള്ള ചോദ്യം അതായിരുന്നു. മനോഹരൻ അത്ര കൃത്യമായിട്ട് ചോദിച്ചത് കേട്ടപ്പോൾ മേഘയും വല്ലാതെ പേടിച്ചുപോയി. അതെന്താ മാമൻ അങ്ങനെ ചോദിച്ചത്? അല്ല മേഘ, നീ വിയർത്ത് കുളിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. മേഘ പെട്ടെന്ന് തന്നെ അവളുടെ വിയർപ്പൊക്കെ സാരി തലപ്പ് വെച്ച് തുടക്കുകയാണ്. മേഘ, എന്താ നീ ഇങ്ങനെ പിശാചിനെ കണ്ടതുപോലെ നിൽക്കുന്നത്? ഏയ് ഒന്നുമില്ല. പിന്നെ ചുറ്റിലും നോക്കിക്കൊണ്ട് ശബ്ദം താഴ്ത്തിയിട്ട് മനോഹരൻ പറയാണ്, മേഘ, നീ ഒരു കാര്യം അറിഞ്ഞോ? എന്ത് കാര്യം? മഹേഷ് മരിച്ചുപോയി. അത് കേട്ടിട്ട് മേഘയ്ക്ക് വലിയ കുലുക്കമൊന്നും ഉണ്ടായിരുന്നില്ല. മഹേഷിനെ ആരോ കൊന്നതാണെന്നാണ് കേൾക്കുന്നത്. മനോഹരൻ വീണ്ടും അടുത്ത ഷോക്കിംഗ് ന്യൂസ് പറഞ്ഞെങ്കിലും മേഘയ്ക്ക് അത് കേട്ടിട്ടും വലിയ ഞെട്ടലൊന്നുമില്ല. അപ്പോൾ മനോഹരൻ മേഘയെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മേഘയാണെങ്കിൽ അത് മനസ്സിലാക്കിയതുമില്ല. മനോഹരൻ പറയുന്നുണ്ട്, അല്ല മേഘ, ഞാൻ ഇത്രയും വലിയൊരു കാര്യം പറഞ്ഞിട്ടും നിനക്ക് യാതൊരു ഞെട്ടലും ഇല്ലല്ലോ. പ്രത്യേകിച്ച് മഹേഷിനെ കൊന്നതാണെന്ന് പറഞ്ഞിട്ട് കൂടി നിനക്ക് യാതൊരു ഞെട്ടലുമില്ല. അത് കേട്ടപ്പോഴാണ് മേഘ ശരിക്കും ഒന്ന് ഞെട്ടിയത്. അപ്പം മനോഹരൻ ചോദിക്കുന്നുണ്ട്, അല്ല മേഘ, നിനക്ക് ആദ്യം തന്നെ ഈ കാര്യം അറിയായിരുന്നോ? ഒന്ന് പകച്ചു നിന്നെങ്കിലും പെട്ടെന്ന് മേഘ അവളുടെ ആ ഒരു ട്രാക്കിൽ വന്നിട്ട് പറയുന്നുണ്ട്, ഇല്ലില്ല, എനിക്കറിയില്ലായിരുന്നു. അല്ല, മഹേഷിനാരാ കൊന്നത്? അതറിയില്ല മേഘ, പക്ഷേ ചന്ദ്രികയാണ് കൊന്നത് എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ അവളെ അറസ്റ്റ് ചെയ്തു. അപ്പോഴും മേഘ ഒന്ന് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. എന്ത്, ചന്ദ്രികയെ പോലീസുകാർ അറസ്റ്റ് ചെയ്തെന്നോ? ആ മേഘ, പക്ഷേ മഹേഷിനെ ചന്ദ്രികയല്ല കൊന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മനോഹരൻ അങ്ങനെ പറഞ്ഞത് കേട്ടത് മേഘ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോഴാണ് മനോഹരൻ അടുത്തതും പറയുന്നത്, എനിക്ക് തോന്നുന്നത് മഹേഷിനെ മറ്റാരോ ആണ് കൊന്നത് എന്നാണ്. കൃത്യമായിട്ട് അറിയാവുന്നത് പോലെ മനോഹരൻ പറഞ്ഞത് കേട്ടപ്പോൾ മേഘ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. മേഘ വിരണ്ട് നിൽക്കുകയും മനോഹരൻ മേഘയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ മേഘ തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്താ മാമ എന്നെ ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? ഏയ് ഒന്നുമില്ല മേഘ, മഹേഷിനെ ആരായിരിക്കും കൊന്നിട്ടുണ്ടാവുക എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിന്നതാണ്, അല്ലാതെ മറ്റൊന്നുമില്ല. ആകെ ഒരു ടെൻഷനായി മനസ്സിൽ. പക്ഷേ മേഘ അതിനൊന്നും മറുപടി പറയുന്നില്ല. അവൾ വല്ലാതെ പേടിച്ച് വിരണ്ട് നിൽക്കുവാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.